കോട്ടയം ജില്ലാ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ പേരിൽ 15 വർഷമായി കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുതുപ്പള്ളി സൗജന്യ ഭക്ഷണം വിതരണം നടത്തുന്നു. കെ കരുണാകരന്റെ ഫ്ലെക്സ് ബോർഡ് വെച്ചാണ് എല്ലാ ദിവസവും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ നവജീവൻ ട്രസ്റ്റിന്റെ വകയും ചൊവ്വാഴ്ച ദിവസം രാവിലെ സേവാഭാരതിയുടെ വകയും സൗജന്യ ഭക്ഷണ വിതരണമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല. ഒരു പാർട്ടിയിലും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട. കെ മുരളീധരന്റെ ഈ പ്രസ്താവന നടപ്പിലാക്കുകയാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലെ കെ കരുണാകരന്റെ ഫ്ലെക്സ് ബോർഡും എടുത്തുമാറ്റേണ്ടി വരും. 15 വർഷമായി ജില്ലാ ആശുപത്രിയിൽ കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഫ്ലെക്സ് ബോർഡിന് താഴെയാണ്. കെ കരുണാകരന്റെ മാത്രമല്ല, സേവാഭാരതിയുടെയും നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് എപ്പോൾ ഭക്ഷണം ലഭിക്കുമെന്ന് അറിയിപ്പ് കൂടിയാണത്. എന്തിന്റെ പേരിലും ഭക്ഷണ വിതരണം നിലയ്ക്കരുത് എന്നാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പറയാനുള്ളത്. അങ്ങനെ കൊടുത്തിരുന്ന അതൊരു വലിയൊരു നഷ്ടമാകും. കാരണം ഒരു നേരത്തെ ആഹാരമില്ലാതെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ്. രാവിലെ ഇഡലിയുണ്ട്, ഉച്ചയ്ക്ക് ഈ പേര് കഞ്ഞി കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം നവജീവനും കൊടുക്കുന്നുണ്ട്. അത് വലിയ ഉപകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞായറാഴ്ച ദിവസമായിട്ടും എല്ലാം കൊണ്ട് തരുന്നുള്ളൂ. നല്ല ഇതിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭക്ഷണം വിതരണം ചെയ്തതിന് പുറകിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇരിക്കുന്നതിൽ രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ യാതൊരു പരാതിയുമില്ല. വലതുകൈ ചെയ്യുന്നതായി ഇടതുകൈ അറിയരുത് എന്ന് മന്ത്രി പറയുമ്പോൾ ആശുപത്രികളിലെ സ്പോൺസർ ബോർഡുകൾ എടുത്തുമാറ്റാൻ കൂടി നിർദ്ദേശിക്കണം. റിപ്പോർട്ടർ, കോട്ടയം.